ഇന്ന് നമ്മുടെ വിചിന്തനത്തിന് വേണ്ടി തിരുസഭ തന്നിട്ടുള്ളത് ഈ മത്തായിയുടെ സുവിശേഷം 6-ാമത്തെ അധ്യായം 25 തുടങ്ങി 34 വരെയുള്ള വാക്യങ്ങളാണ്. മിക്കവാറും നമ്മുടെ വീടുകളുടെ വെഞ്ചരിപ്പിന് വായിക്കുന്ന ഒരു വചനഭാഗം കൂടിയാണ്. ഈ വചനഭാഗത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, മത്തായിയുടെ സുവിശേഷം ആരംഭത്തില് യേശുവിന്റെ ജനനത്തെയും യേശുവിന്റെ പരസ്യ ജീവിതത്തിനുള്ള ഒരുക്കത്തെ കുറിച്ചൊക്കെ 4 അധ്യായങ്ങൾ പറഞ്ഞിട്ട് 5, 6, 7 അധ്യായങ്ങൾ യേശുവിന്റെ പഠനങ്ങളായിട്ട് ക്രമീകരിച്ചിരിക്കുകയാണ്. യേശുവിന്റെ പ്രബോധനങ്ങളാണ് ഈ 5, 6, 7 അധ്യായങ്ങളിലായിട്ടുള്ളത്. ഈ 3 അധ്യായങ്ങളിലുള്ള പ്രബോധനങ്ങളിൽ ഏറ്റവും ദൈർഘ്യമേറിയ ഒരു കാര്യത്തെക്കുറിച്ച് വിസ്തരിച്ച് പറഞ്ഞിട്ടുള്ള ഏറ്റവും വലിയ ഭാഗമാണ് നമ്മളിന്ന് വായിച്ചു കേട്ടത്. ദൈവപരിപാലനയിൽ ആശ്രയിക്കുക എന്നുള്ള ആ ഒരു സന്ദേശം തരാൻ വേണ്ടിയിട്ട് വളരെയേറെ വാക്യങ്ങൾ 25 തുടങ്ങി 34 വരെയുള്ള ഏതാണ്ട് 9ഓളം വാക്യങ്ങൾ അതിനു വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പം ഇത് ഒരു ആശയത്തെ ക്രിസ്തു കൃത്യമായിട്ട് പഠിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇതെന്ന് സാരം. ഇതിൻ്റെ അകത്ത് കീ വാക്ക് എന്ന് പറയുന്നത്, ഈ വചനഭാഗത്തിന്റെ കീ വേർഡ് എന്ന് പറയുന്നത് ഉത്കണ്ഠാകുലരാകേണ്ട എന്നും ആകുലരാകേണ്ട 2 വാക്കുകളാണ് ഈ വചനത്തിലുടനീളം ആവർത്തിക്കപ്പെടുന്ന കാര്യം. എന്തുകൊണ്ട് ഉത്കണ്ഠപ്പെടുകയോ ആകുലപ്പെടുകയോ വേണ്ട എന്ന ചോദ്യത്തിന് 8 കാരണങ്ങൾ ഈ വചനഭാഗത്ത് തന്നെ ഈശോ തന്നെ അവതരിപ്പിക്കുന്നു. 8 കാരണങ്ങൾ. ഒന്നാമതായിട്ട് 25-ാമത്തെ വാക്യത്തിൽ പറയാണ്, ജീവൻ ഭക്ഷണത്തെക്കാൾ വലുതാണ്. രണ്ടാമത് പറയുന്നത് 25-ാമത്തെ വാക്യത്തിൽ ശരീരം വസ്ത്രത്തെക്കാൾ വലുതാണ്. മൂന്നാമത്തേത് വസ്തുക്കളെക്കാൾ വലുതാണ് മനുഷ്യൻ. 4-ാമത്തേത് 26-ാമത്തെ വാക്യത്തിലാണ്, അധ്വാനമില്ലാതെ ദൈവത്താൽ പരിപാലിക്കപ്പെടുന്ന പക്ഷികളെക്കാൾ വലുതാണ് മനുഷ്യൻ. 5, ഉത്കണ്ഠ മൂലം അല്ലെങ്കിൽ ആകുലത മൂലം ശരീരത്തിൽ ഒരു മാറ്റവും വരുത്താൻ നമുക്ക് പറ്റില്ല. അത് 27-ാമത്തെ വാക്യത്തിലാണ്. 6-മതായിട്ട് പറയുന്നത്, വസ്ത്രത്തെ പറ്റി ആകുലപ്പെടാത്ത സസ്യങ്ങളെക്കാൾ വലുതാണ് മനുഷ്യൻ. 28 തുടങ്ങി 30 വരെയുള്ള വാക്യങ്ങളിൽ അതാണ് പറയുന്നത്. 7-മതായിട്ട് കൊടുക്കൽ വാങ്ങലുകളോ അധ്വാനങ്ങളോ ഉൽപാദനങ്ങളോ നടത്താത്ത പക്ഷികൾക്കും സസ്യങ്ങൾക്കും മാത്രമല്ല എല്ലാ സൃഷ്ടികൾക്കും ദൈവത്തിന്റെ കരുതലുണ്ട് എന്നതുകൊണ്ടാണ് ആകുലപ്പെടേണ്ടതെന്നുള്ളത്. അത് 26 തുടങ്ങി 32 വരെയുള്ള വാക്യങ്ങളിൽ മുഴങ്ങി നിൽക്കുന്ന സന്ദേശം എന്നാണ്. കൊടുക്കൽ വാങ്ങലുകളോ അധ്വാനങ്ങളോ ഉൽപാദനമോ ഒന്നുമില്ലാത്ത പക്ഷികൾക്കും സസ്യങ്ങൾക്കും ഉപരിയായിട്ട്, അല്ലെങ്കിൽ അവരെയൊക്കെ പരിപാലിക്കുന്ന ദൈവം മനുഷ്യനെയും പരിപാലിക്കും എന്നുള്ള കാര്യം. 8-മതായിട്ട് ആകുലപ്പെടുന്നത് പ്രയോജനരഹിതവും വിശ്വാസരാഹിത്യവും കർത്തവ്യങ്ങളിൽ നിന്നുള്ള ഒഴിഞ്ഞുമാറ്റവുമാണ് എന്നുള്ളതാണ്. 33 തുടങ്ങി 33, 34 വാക്യങ്ങളിലാണ് ഈ സന്ദേശമുള്ളത്. ഈ 8 കാരണങ്ങളാണ് ഈശോ ഇവിടെ എന്തുകൊണ്ട് ആകുലരാകേണ്ട എന്നതിന് ഈശോ പറയുന്ന ന്യായീകരണങ്ങൾ. ഇനി എന്തുകൊണ്ടാണ് ഈ ഉത്കണ്ഠയും ആകുലതയും ഒക്കെ ഉപേക്ഷിക്കേണ്ടത് എന്ന് നമുക്കൊരു പൊതു വിശദീകരണം നോക്കാം. ഇപ്പൊ ഈ പറഞ്ഞ 8 കാര്യങ്ങൾ ബൈബിളിൽ പറയുന്നതാണെങ്കിൽ ഇനിയുള്ള കാര്യങ്ങൾ ബൈബിളിലല്ല, നമ്മുടെ കോമൺ സെൻസ് വെച്ച് ചിന്തിക്കാവുന്ന കാര്യങ്ങളും ബൈബിളിന്റെ അടിത്തറയിൽ നമ്മുടെ പൊതുബോധത്തെ ഉണർത്താവുന്നതുമായ കാര്യങ്ങളാണ്. ഒന്നാമതായിട്ട് ആകുലതയും ഉത്കണ്ഠയും ഉണ്ടാകുമ്പോൾ പാപത്തിലേക്ക് ഉള്ള ചായ്വും ഭയത്തിലേക്കുള്ള ചായ്വും ഉണ്ടാകുമെന്നുള്ളത്. ഭയത്തിലേക്കും പാപത്തിലേക്കുമുള്ള ചായ്വ് ഉണ്ടാകും എന്നതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമതായിട്ട് ഉത്കണ്ഠയും ആകുലതയും പല വിധത്തിലുള്ള രോഗങ്ങൾ നമുക്കുണ്ടാക്കും എന്നുള്ളതാണ്. മൂന്നാമത്തേത്, ഉത്കണ്ഠയും ആകുലതയും ഉണ്ടാകുന്ന മനുഷ്യന് അവന്റെ വ്യക്തിത്വത്തില്, അവന്റെ ഇന്റഗ്രിറ്റിക്ക് മാറ്റം വരും. അവൻ ആകുലതയില്ലാത്ത സമയത്ത് എങ്ങനെയാണോ ആ സ്വഭാവമായിരിക്കില്ല ആകുലതയുള്ള സമയത്തുള്ള അവന്റെ സ്വഭാവ രീതികൾ. പലതിനോടും ഒരു വെറുപ്പും ദേഷ്യവും അരിശവും അതുപോലെ തന്നെ അസ്വസ്ഥതകളും ഒക്കെ കാണിച്ചു വന്നു. വ്യക്തിത്വത്തിൽ മാറ്റമുണ്ടാകും.
നാലാമതായിട്ട് ആകുലതയും ഉത്കണ്ഠയും നമ്മുടെ വ്യക്തിബന്ധങ്ങളിൽ മാറ്റമുണ്ടാകും എന്നുള്ളതാണ്. നമ്മുടെ ബന്ധങ്ങളിൽ മാറ്റം ഉണ്ടാകും. ആ വ്യക്തി മനുഷ്യരോടുള്ള ബന്ധം, ദൈവത്തോടുള്ള ബന്ധം, ഈ രണ്ട് ബന്ധത്തിലും മാറ്റം ഉണ്ടാകും. ഇപ്പൊ പ്രാർത്ഥനാ ജീവിതം അത് തീർച്ചയായിട്ടും ഈ ആകുലത ഉണ്ടാകുമ്പോൾ കുറയാനായിട്ട്, ഒരുപക്ഷെ ചിലപ്പോൾ കൂടാനായിട്ട് കാര്യമാവും. കൂടിയത് കൊണ്ട് വിശ്വാസം ഉണ്ടെന്നുള്ളതല്ല അതിന്റെ അർത്ഥം. ആകുലത കൊണ്ട് പ്രാർത്ഥിച്ചു എന്ന് മാത്രം. അത് വിശ്വാസം കൊണ്ടല്ല പ്രാർത്ഥന. ഒപ്പം തന്നെ വ്യക്തിബന്ധത്തിൽ മാറ്റം ഉണ്ടാകും, മറ്റു മനുഷ്യരോടുള്ള ബന്ധത്തിൽ മാറ്റം. അപ്പോൾ ബന്ധങ്ങളിൽ മാറ്റം ഉണ്ടാകുമെന്നുള്ള, ദൈവത്തോടുള്ള ബന്ധത്തില് മനുഷ്യരോടുള്ള ബന്ധങ്ങളിൽ മാറ്റം ഉണ്ടാകും. അഞ്ചാമതായിട്ട് അനാവശ്യമായ കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ സംഭവിക്കാനിടയില്ലാത്ത ആവശ്യത്തിന് സമയവും ഊർജവും ഒക്കെ ചെലവഴിക്കുമെന്നുള്ളത്. നമ്മൾ ആവശ്യമില്ലാണ്ട് നമ്മൾ ആകുലപ്പെടുമ്പോൾ നമ്മൾ ചെയ്യേണ്ടാത്ത പലതും ചെയ്യും, പറയാൻ പാടില്ലാത്ത പലതും പറയും. അങ്ങനെ അനാവശ്യമായി പല കാര്യങ്ങൾക്കും വേണ്ടി നമ്മുടെ അധ്വാനവും സമയവും ഊർജവും ഒക്കെ ചെലവഴിക്കുമെന്നുള്ളത്. ആറാമതായിട്ട് ഈ ഉത്കണ്ഠയും ആകുലതയും ഉണ്ടാകുമ്പോൾ സങ്കടവും നിഷ്ക്രിയത്വവും ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. ഒരു പക്ഷേ അത് ശാരീരികമായ ആത്മീയമായ മരണത്തിലേക്ക് വരെ നയിച്ചേക്കാം. ശാരീരികമോ ആത്മീയമോ ആയ മരണത്തിലേക്ക് വരെ നയിച്ചേക്കാം. സങ്കടവും നിഷ്ക്രിയത്വവും ഒരു പക്ഷേ ആത്മീയവും ശാരീരികവുമായ അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നിലേക്കോ ഒക്കെയുള്ള മരണത്തിലേക്ക് നയിച്ചു എന്നും വരാം. ഏഴാമതായിട്ട് അനാവശ്യമായ ഭാരങ്ങൾ ഏറ്റെടുക്കും. ആ ഉണ്ടാവാം, മാനസികമായിട്ട് ഭാരപ്പെട്ടു എന്ന് വരാം, ശാരീരികമായിട്ടും ഭാരപ്പെട്ടു എന്ന് വരാം. അപ്പോൾ ശാരീരികമായിട്ടോ ആത്മീയമായിട്ടോ മാനസികമായിട്ടോ ഒക്കെ അനാവശ്യമായ ഭാരങ്ങൾ ഉത്കണ്ഠ കൊണ്ടും ആകുലത കൊണ്ടും ഉണ്ടാക്കുമെന്നുള്ളത്. എട്ടാമതായിട്ട് അത് നിരാശയിലേക്ക് നയിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത്. കാരണം നമുക്ക് ഈ ഉത്കണ്ഠത ഓവറായി കഴിയുമ്പോൾ, ആകുലത ഓവറായി കഴിയുമ്പോൾ ഇത് സംഭവിച്ചില്ലെങ്കിലോ എന്നുള്ള നെഗറ്റീവ് അനുഭവത്തിലേക്കും ഒരുപക്ഷെ വന്നെന്ന് വരാം. അത് നിരാശയിലേക്കും പോയെന്ന് വരാം. ഒമ്പതാമതായിട്ട് സ്വന്തം സമാധാനം നഷ്ടപ്പെടുത്തും. ക്രിസ്തു വന്നിട്ട് ക്രിസ്ത്യാനിക്ക് ഏറ്റവും കൂടുതൽ ഓഫർ ചെയ്തത് സമാധാനം. ആ സമാധാനം നമ്മുടെ നഷ്ടപ്പെടും എന്നുള്ളത്. അവനവന്റെ സമാധാനം നഷ്ടപ്പെടും. പത്താമതായിട്ട് അവനവന്റെ സമാധാനം നഷ്ടപ്പെടൽ മാത്രമല്ല, അപരന്റെ സമാധാനം കൂടി നമ്മൾ കളയും. നമ്മുടെ കൂടെയുള്ളവരുടെ, നമ്മുടെ ജീവിത പങ്കാളിയുടെ, നമ്മുടെ മക്കളുടെ, നമ്മുടെ സഹപ്രവർത്തകരുടെ ഒക്കെ സമാധാനം ആകുലതയും ഉത്കണ്ഠയും കൊണ്ട് അവരുടെ സമാധാനം കൂടി നഷ്ടപ്പെടുത്തും. 11ാമതായിട്ട് ആകുലതയും ഉത്കണ്ഠയും കൂടുമ്പോൾ എത്രത്തോളം കൂടുന്നുവോ അത്രത്തോളം ദൈവത്തിലുള്ള വിശ്വാസവും ദൈവത്തിലുള്ള ആശ്രയത്വവും സ്വയമായിട്ട് കുറയും. കാരണം ഈ ആകുലതയും ഉത്കണ്ഠയും അവനവനിൽ കേന്ദ്രീകൃതമാണ്. അപ്പൊ അതുകൊണ്ട് എനിക്കിത് ചെയ്യാൻ പറ്റില്ലല്ലോ, എനിക്കിത് കിട്ടുമോ, അല്ലെങ്കിൽ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അത് നേടിയെടുക്കാൻ പറ്റുമോ. അപ്പോ ദൈവത്തിലുള്ള ആശ്രയത്വവും ദൈവത്തിലുള്ള വിശ്വാസവും പറയുമെന്ന്. 12ാമതായിട്ട് മറ്റുള്ളവരുടെ ദൈവാശ്രയത്വവും മറ്റുള്ളവരുടെ വിശ്വാസവും നമ്മുടെ ആകുലത കൊണ്ട് കുറയ്ക്കാൻ സാധ്യത. നമ്മള് ഇപ്പൊ ഒരു ഉദാഹരണം, കൊച്ച് പരീക്ഷയ്ക്ക് ജയിക്കോ ഇല്ലയോ എന്നുള്ള ആകുലത അമ്മയ്ക്ക് കയറി കഴിഞ്ഞാല് ഈ കൊച്ചിന്റെ വിശ്വാസത്തെ പോലും അത് ബാധിച്ചു. മറ്റുള്ളവരുടെ വിശ്വാസവും മറ്റുള്ളവരുടെ ദൈവാശ്രയത്തിലും ഒക്കെ കുറവ് വരുത്താൻ സാധ്യതയുണ്ട്. 13ാമതായിട്ട് മറ്റുള്ളവരിൽ സമ്മർദ്ദങ്ങളും നിയന്ത്രണങ്ങളും ഒക്കെ ഏർപ്പെടുത്താൻ തുടങ്ങുന്നുണ്ട്. അവനവനിൽ സമ്മർദ്ദവും നിയന്ത്രണവും ഉണ്ടാക്കണം മാത്രമല്ല, അപരനിൽ സമ്മർദ്ദവും നിയന്ത്രണങ്ങളും ഉണ്ടാക്കുന്നു. 14ാമതായിട്ട് ദൈവത്തിന് ഇത് അപമാനകരമാണെന്ന്. കാരണം ദൈവത്തിന്റെ മക്കളാണ് നമ്മളെങ്കിൽ നമ്മൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ദൈവത്തിന് അറിയാം, ദൈവം തരും. ആ ബോധ്യത്തിൽ നിന്ന് വ്യതിചലിക്കില്ല. നമ്മുടെ അപ്പനോട്, നമ്മുടെ സ്വന്തം അപ്പനോട്, നമ്മുടെ സ്വന്തം അമ്മയോട് നമ്മൾ പറയണം ഞാൻ അനാഥനാണ് എന്ന് പറഞ്ഞാൽ അവർക്കുണ്ടാകുന്ന വേദന നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. അങ്ങനെയെങ്കിൽ ഓരോ ആകുലതയിലൂടെയും ഓരോ ഉത്കണ്ഠതയിലൂടെയും നമ്മൾ പരസ്യമായിട്ട് വ്യക്തമാക്കുന്ന ഒരു കാര്യം, ദൈവത്തിന്റെ മുമ്പിൽ ഞാൻ ദൈവത്തിന്റെ അനാഥനാണെന്നുള്ളത്, ദൈവത്തിന്റെ മകനോ മകളോ അല്ലെന്നുള്ളതാണ് ഓരോ ആകുലതയും
ഓരോ ഉത്കണ്ഠയും പ്രഖ്യാപിക്കുന്നത് അത് ദൈവത്തില് അസ്വസ്ഥതയുണ്ടാക്കുന്നു, ദൈവത്തിന് അത് അപമാനകരമാണ് എന്നുള്ളതാണ്. 15-ാമതായിട്ട് അത് ക്രിസ്ത്യാനിക്കുടെ എതിർ സാക്ഷ്യമാണ് എന്നുള്ളത്. ക്രിസ്ത്യാനിക്ക് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് ആകുലതയും ഉത്കണ്ഠയും എന്നുള്ളത്. അത് ക്രിസ്ത്യാനിയുടെ മുഖമുദ്രയ്ക്കെതിരാണ്. 16-ാമതായിട്ട് ദൈവ പദ്ധതിക്കും മനുഷ്യരുടെ താല്പര്യങ്ങൾക്കും പ്രകൃതിക്കും ന്യായവിധിക്കും എതിരാണെന്നുള്ളത്. അതായത് ദൈവത്തിന്റെ പദ്ധതിക്ക് എതിരായിട്ടാണ് നമ്മുടെ ആകുലതയും ഉത്കണ്ഠയും ഉണ്ടാകുന്നത്. മാത്രമല്ല മറ്റു മനുഷ്യരുടെ താല്പര്യത്തിന് വിപരീതമായിട്ടാണ് നമ്മുടെ ആകുലതയും ഉത്കണ്ഠയും ഉണ്ടാകുന്നത്. പ്രകൃതിയുടെ ഒരു പൊതു പ്രതിഭാസത്തിന് എതിരായിട്ടാണ് നമ്മുടെ ആകുലതയും ഉത്കണ്ഠയും ഉണ്ടാകുന്നത്. മാത്രമല്ല അത് ദൈവത്തിന്റെ ന്യായവിധിക്ക് എതിരാണ്. കാരണം ഇന്നതുപോലെയാണെങ്കിൽ ഇന്നതുപോലെയാണ്, അത് ദൈവത്തിന്റെ ന്യായവിധിയാണ്. ആ ന്യായവിധിക്ക് എതിരാണ് നമ്മുടെ ആകുലത. അപ്പോൾ ദൈവത്തിന്റെ പദ്ധതിക്ക് എതിരാണ്, മനുഷ്യരുടെ താല്പര്യങ്ങൾക്കെതിരാണ്, പ്രകൃതിയുടെ സ്വാഭാവികമായ പ്രകൃതിക്കെതിരാണ്, ദൈവത്തിന്റെ ന്യായവിധിക്കെതിരാണ്. അപ്പൊ ഇങ്ങനെ 4 കാര്യങ്ങൾക്കെതിരാണെന്ന്. 17-ാമതായിട്ട് ആകുലതയും ഉത്കണ്ഠയും അതിൽ തന്നെ വിഡ്ഢിത്തമാണ് എന്നുള്ളത്. കാരണം നമ്മൾ ആകുലപ്പെട്ടതുകൊണ്ടോ നമ്മൾ ഉത്കണ്ഠപ്പെട്ടതുകൊണ്ടോ ഒരു മാറ്റവും ഉണ്ടാകാൻ പോകുന്നില്ല, എങ്കില് അത് വിഡ്ഢിത്തരമാണ് എന്നുള്ളത്. ഈ 17 കാര്യങ്ങള് സ്വാഭാവികമായ നമ്മുടെ ചിന്തയിൽ നിന്ന് ഉത്കണ്ഠയും ആകുലതയും മാറ്റേണ്ടതാണ് എന്ന് വ്യക്തമാക്കുക. ഇനി ഇതിൻ്റെ അകത്ത് പറയുന്ന ഒരു കാര്യം 30-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, ഇന്നുള്ളതും നാളെ അടുപ്പിലെറിയപ്പെടുന്നതുമായ പുല്ലിന്. അതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. അടുപ്പിലെറിയപ്പെടുക എന്ന് പറയുന്നത് അന്നത്തെ കാലത്ത് പൗരസ്ത്യരുടെ ശൈലി അനുസരിച്ച് നീളമുള്ള പുല്ലുകളൊക്കെയും അവര് പാചകത്തിന് വേണ്ടി അടുപ്പിൽ കത്തിക്കാൻ വേണ്ടി ഉപയോഗിക്കുമായിരുന്നു. അപ്പോൾ ഈ പുല്ലുകളെ വിറകായിട്ട്, നമ്മൾ വിറക് മാത്രമേ കത്തിക്കാനായിട്ട് ഉപയോഗിക്കുകയുള്ളൂ. പുല്ല് നമ്മൾ കൂട്ടിയിട്ട് കത്തിച്ചു കളയുള്ളൂ. കാരണം നമുക്ക് കത്തിക്കാൻ വേണ്ടി ഒരുപാട് സാധനങ്ങൾ ഉള്ളതുകൊണ്ട് നമ്മൾ പുല്ല് കത്തിക്കാൻ ഉപയോഗിക്കാറില്ല. പക്ഷെ പൗരസ്ത്യരെ സംബന്ധിച്ചിടത്തോളം, ആ നാടിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. പുല്ലും കത്തിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഈശോ അതിലേക്ക് എറിയപ്പെടുന്ന പുല്ല് എന്നുള്ള പ്രയോഗം നടത്താനായിട്ടുള്ള കാരണം. 33-ാമത്തെ വാക്യത്തില് അവിടുത്തെ രാജ്യം എന്നൊരു പ്രയോഗമുണ്ട്. രാജ്യം. മത്തായിയുടെ സുവിശേഷത്തില് ഈ രാജ്യം എന്ന വാക്ക് മാത്രമായിട്ട് 5 പ്രാവശ്യം പറയുന്നുണ്ട്. അത് ആദ്യത്തേത് 6-ാമത്തെ അധ്യായത്തിൽ 33-ാമത്തെ വാക്യം നമ്മളൊന്ന് വായിച്ചു കേട്ടത്. പിന്നെ 12-ാമത്തെ അധ്യായം 28-ാമത്തെ വാക്യത്തില്, പിന്നെ 19-ാമത്തെ അധ്യായം 24-ാമത്തെ വാക്യത്തില്, പിന്നെ 21-ാമത്തെ അധ്യായം 31-ാമത്തെ വാക്യം, പിന്നെ 21-ാമത്തെ അധ്യായം തന്നെ 43-ാമത്തെ വാക്യം. ഇങ്ങനെ 5 സ്ഥലത്ത് ഈ രാജ്യം എന്ന് മാത്രമായിട്ട് ഉപയോഗിക്കുന്നു. അതേസമയം മത്തായിയുടെ സുവിശേഷത്തില് സ്വർഗരാജ്യം എന്ന് 33 തവണ ഉപയോഗിക്കുന്നു. അപ്പം ദൈവത്തിന്റെ രാജ്യം നമ്മൾ ഉണ്ടാക്കേണ്ടതാണ്. നമ്മൾ ഉണ്ടാക്കേണ്ട രാജ്യത്തെയാണ് ഇവിടെ വിവക്ഷിക്കുന്നത്. സ്വർഗരാജ്യം എന്നത് ദൈവത്തിന്റെ പദ്ധതി അനുസരിച്ചുള്ള രാജ്യമാണ്. നമ്മൾ ഉണ്ടാക്കേണ്ട ദൈവത്തിന്റെ രാജ്യമാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നതെന്നർത്ഥം. 33-ാമത്തെ വാക്യത്തിൽ തന്നെ നീതിയെക്കുറിച്ച് പറയുന്നുണ്ട്. നീതിയെക്കുറിച്ച് പറഞ്ഞാൽ ഒരുപാട് പറയാനുണ്ട്. ഞാൻ അതിൻ്റെ അകത്ത് വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഡിക്കായേസുനോ എന്നുള്ള പദമാണ്, ഗ്രീക്ക് പദമാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ആ നീതി എന്ന് പറയുന്നത് ആരെങ്കിലും കൊണ്ടുതരുന്ന നീതിയല്ല, മറിച്ച് ഞാൻ എൻ്റെ കർമ്മങ്ങളിലൂടെ സ്ഥാപിച്ചെടുക്കുന്ന നീതിയാണ്. അപ്പൊ കർമ്മബന്ധിയായ നീതിയെയാണ് ഈ ഡിക്കായേസുനെ എന്ന് പറയുന്ന ഗ്രീക്ക് പദത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിലാണ് അത് ഏറ്റവും കൂടുതൽ പ്രയോഗിച്ചിട്ടുള്ളത്. 92 പ്രാവശ്യം റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ ഈ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ഏതായാലും മത്തായിയുടെ സുവിശേഷത്തിൽ അധികം ഉപയോഗിച്ചിട്ടില്ല. പക്ഷെ നമ്മുടെ കർമ്മം കൊണ്ട് ഈ ലോകത്തില് ദൈവത്തിനുള്ള നീതിയും ജനത്തിനുള്ള നീതിയും നടപ്പിലാക്കേണ്ടവരാണ്. ആ നീതി നടപ്പിലാക്കുന്നതിലൂടെയാണ് നമ്മുടെ കടമ നിർവഹിക്കപ്പെടുക എന്നുള്ള കാര്യം പറയും. 34-ാമത്തെ വാക്യത്തില് വശപശകായ ഒരു കാര്യം കർത്താവ് പറയുന്നുണ്ട്. അതിതാണ്, നാളെയെക്കുറിച്ച് നിങ്ങൾ ആകുലരാകരുത്. അതൊരു കൽപ്പനയാണ്. ബൈബിളില് ചില വാക്യങ്ങൾ കൽപ്പനയായിട്ട് തന്നിട്ടുണ്ട്. അങ്ങനെ കൽപ്പനയായിട്ട് ഇപ്പൊ ദാമ്പത്യത്തെ കുറിച്ചൊരു കൽപ്പന
ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്തരുത്. അരുതെന്ന് പറയുന്നതൊക്കെ കൽപ്പനയാണ്. അപ്പൊ ഇതൊരു കൽപ്പനയായിട്ടാണ് തന്നിട്ടുള്ളത് എന്ന് സാരം. നാളെയെക്കുറിച്ച് നിങ്ങൾ ആകുലരാകരുത്. അപ്പം ഈ ആകുലത ഒരു കൽപ്പനയ്ക്കെതിരാണ് എന്നുകൂടി ഇന്നത്തെ വചനം അത് വളരെ അടിവരയിട്ട് നമ്മൾ വായിച്ചെടുക്കേണ്ടതാണ്. ദൈവത്തിന്റെ കൽപ്പനകളിൽ ഒന്നാണ് ആകുലപ്പെടരുത് എന്ന കാര്യം. അപ്പൊ അതുകൊണ്ട് ആകുലപ്പെടുന്നവൻ കൽപ്പന ലംഘിക്കുകയാണ്, ദൈവത്തിന്റെ ക്രിസ്തുവിന്റെ കൽപ്പനയ്ക്ക് എതിരാണ്. ഒരു പ്രത്യേക കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പഴയ നിയമത്തിൽ പറയുന്ന കൽപ്പനകളിൽ മഹാഭൂരിഭാഗവും, എല്ലാമെന്ന് ഞാൻ പറയുന്നില്ല, ആദ്യത്തെ ഒരു 3-4 കൽപ്പനകൾ ഒഴിച്ച് ബാക്കിയുള്ള കൽപ്പനകൾ ലംഘിച്ചാല് ക്രിമിനൽ കേസാണ്. അതേസമയം പുതിയ നിയമത്തിലെ കൽപ്പനകൾ ലംഘിച്ചാൽ ക്രിമിനൽ കേസല്ല. ഇപ്പൊ ആകുലപ്പെട്ടു എന്ന് വെച്ചൊരു ക്രിമിനൽ കേസും ഒരാളും ഫയൽ ചെയ്യില്ല. പക്ഷേ ഇത് അവനവന് തന്നെയും മറ്റുള്ളവർക്കും ദോഷകരമാണ് എന്നുള്ളത്. അപ്പം ഈ പുതിയ നിയമത്തിലെ കൽപ്പനകള് സ്നേഹിച്ചില്ല എന്ന് കരുതി അതിനെതിരെ കേസെടുക്കാൻ പറ്റുമോ? കേസെടുക്കാൻ പറ്റില്ല. അപ്പൊ പുതിയ നിയമത്തിലെ കൽപ്പനകള് ലംഘിച്ചാല് അത് കേസെടുക്കാൻ പറ്റില്ല. അത് മാത്രമല്ല, ഒരു പരിധി വരെ പുതിയ നിയമത്തിലെ കൽപ്പനകൾ ലംഘിച്ചാല് ലോകത്തിന്റെ ഭാഷയിൽ ചിലപ്പോൾ ശ്രേഷ്ഠമായിട്ട് കണക്കാക്കിയുണ്ട്. ഇപ്പൊ ലോകത്തിന്റെ ചിന്തയില് ആകുലപ്പെടുന്ന മനുഷ്യരാണോ ആകുലതയില്ലാത്ത മനുഷ്യരാണോ ബുദ്ധിമാന്മാരെന്ന് ചോദിച്ചാല് സ്വാഭാവികമായിട്ടും പറയും ആകുലപ്പെടുന്ന മനുഷ്യരാണ് ബുദ്ധിമാന്മാരെന്ന് പറയും. കാരണം അത് ലോകത്തിന്റെ ചിന്തയാണ്. അതുകൊണ്ടാണ് 32-ാമത്തെ വാക്യത്തിൽ പറയുന്നത് വിജാതീയരാണ് അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്. വിജാതീയരെന്ന് വെച്ചാൽ ആരാ? അത് കൃത്യമായിട്ട് അറിയണമെങ്കിൽ യോഹന്നാന്റെ 1-ാമത്തെ ലേഖനം 2-ാമത്തെ അധ്യായം 15 തുടങ്ങി 17 വരെയുള്ള വാക്യങ്ങൾ വായിക്കണം. ആരാണ് വിജാതീയർ? വിജാതീയരെന്ന് പറഞ്ഞാല് അവന്റെ വയറും അവന്റെ ഉദരം ദൈവമായിട്ടുള്ളവനാണ്, ലൗകിക ചിന്തയുള്ളവനാണ്, ജഡമോഹമുള്ളവനാണ്, പ്രതാപവും പേരും ദൈവമായിട്ട് കണക്കാക്കുന്നവർ. അപ്പോ ഈ ലൗകിക ചിന്തകള് ഉള്ളവരാണ് വിജാതീയര്. അപ്പൊ ഒരു ചോദ്യമുണ്ട്, നമ്മുടെ ആകുലതകള് മിക്കവാറും ആകുലതകള് ലൗകികതയുമായിട്ട് ബന്ധപ്പെട്ടത്. അങ്ങനെയെങ്കിൽ ഞാൻ വിജാതീയനാണോ സജാതീയനാണോ? ദൈവത്തിന്റെ ജാതിയിൽപ്പെട്ടതാണോ ദൈവത്തിന്റെ ജാതിയിൽപ്പെടാത്തവനാണോ? അപ്പം അതിനുള്ളൊരു അമ്ലപരിശോധന സാധ്യതയാണ് ഈ വചനം നമുക്ക് തരുന്നത്. ലൗകികതയോടുള്ള അന്വേഷണമാണ് നമ്മളെ ആകുലരാകുന്നത്. ക്രിസ്തുവിന്റെ കൽപ്പനയിൽപ്പെട്ട ഒന്നാണ് ആകുലചിത്തരാകരുത് എന്നുള്ളത്. ഈ വചനത്തിന്റെ പൊരുള് വളരെ ആഴത്തിൽ നമ്മൾ എടുക്കേണ്ടതുണ്ട്. നമ്മളിലൊക്കെയും അറിഞ്ഞോ അറിയാതെയോ പലപ്പോഴും ഈ ഉത്കണ്ഠയിലേക്കും ആകുലതയിലേക്കും ഒക്കെ പോകാറുണ്ട്. അത് ഭൗതികമായ തലത്തിൽ മാത്രമല്ല, ആത്മീയ തലത്തിൽ കൂടി അത് പടർന്നു പിടിക്കാറുണ്ട് എന്നുള്ളതാണ് വലിയൊരു ദുരന്തം. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവേ, തിരുസന്നിധിയിൽ ഞങ്ങൾ എല്ലാവരെയും സമർപ്പിക്കുന്നു. ഞങ്ങൾ ഓരോരുത്തരും അങ്ങയുടെ മക്കളാണ് എന്ന ബോധ്യം ഞങ്ങൾക്ക് പലപ്പോഴും നഷ്ടപ്പെട്ടു പോകുന്നു. ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിക്കുകയും ആ പ്രപഞ്ചത്തെ മുഴുവൻ പരിപാലിക്കുകയും ചെയ്യുന്ന അങ്ങയിലുള്ള വിശ്വാസം അതിന്റെ പൂർണ്ണതയിലേക്ക് ഞങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ആകുലതയ്ക്കും ഞങ്ങളുടെ ഉത്കണ്ഠയ്ക്കുമൊക്കെ കാരണമെന്ന് ഞങ്ങൾ മനസ്സിലാക്കും. നല്ല ദൈവമേ, അങ്ങയുടെ മക്കളാണ് ഞങ്ങളെന്നും ഈ ലോകത്തുള്ള സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അങ്ങ് അതിനേക്കാൾ ഉപരിയായി ഞങ്ങളെ പരിപാലിക്കുമെന്ന ബോധ്യവും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യണം. അതുവഴി നാളെയെക്കുറിച്ചുള്ള ആകുലതയില്ലാതെ ജീവിക്കാൻ, നിന്റെ കൽപ്പനയനുസരിച്ച് ആകുലതയില്ലാതെ ജീവിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യണമേ. ഞങ്ങളുടെ ശുശ്രൂഷയെ ആകുലതയില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. ഈ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ആകുലതകളെയും നീ എടുത്തു മാറ്റണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മോടും നമ്മുടെ ശുശ്രൂഷകളോടും കൂടി ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.